അല്ല, ഇവനെ ആരും തല്ലിക്കൊന്നില്ലേ? ഇവൻ ജയിലിലൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ടും ഇവൻ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങിയത്? ഞാൻ കരുതിയത് ഇവനെ ആരെങ്കിലും ഒക്കെ അടിച്ചു കൊല്ലുന്നാണല്ലോ എന്ന് പറയുകയാണ് നമ്മുടെ രതീഷ്. രതീഷ് എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഈ വിക്രത്തെയും കൊണ്ട് നമ്മുടെ പ്രകാശൻ രതീഷിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമോ? അങ്ങനെ ആയിരിക്കുമോ നമ്മുടെ വിക്രത്തിനോട് ഇങ്ങനെ നമ്മുടെ രതീഷ് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണെന്നറിയാം. അത് പറയാനൊക്കെ ആയിട്ട് ഞാനും റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ വിക്രത്തെയും കൊണ്ട് ജയിലിൽ നിന്നും വരികയാണ് നമ്മുടെ കാർത്തികയും പ്രകാശനും. അപ്പോൾ നമ്മുടെ അമ്മൂമ്മ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാവുകയാണ്. എടാ പൊന്നു മക്കളെ, നീ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മുടെ പ്രകാശൻ പറയണം, മോനെ വിക്രം, നീ പോയി അമ്മൂമ്മയുടെ കാലുതൊട്ട് അനുഗ്രഹം മേടിക്ക്. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ വിക്രം അമ്മൂമ്മയുടെ കാൽക്കൽ വീഴുകയാണ്. എന്നിട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമ്മൂമ്മ പറയുന്നു, എൻ്റെ പൊന്നു മോനെ, നിന്നെ ഇത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് അമ്മൂമ്മ കരുതിയതല്ല മോനെ. ഇതിന് കാരണക്കാരി ദേ ഈ നിൽക്കുന്ന കാർത്തിക മാഡമാണ്. അതുകൊണ്ട് മോൻ്റെ മനസ്സിൽ എപ്പോഴും കാർത്തികയെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കണം കേട്ടോ. കാർത്തികയെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അമ്മൂമ്മ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിൽ പ്രകാശം പറയുകയാണ്, എൻ്റെ കുഞ്ഞ് ഒരിക്കലും നന്ദികേട് കാണിക്കില്ല, ഏത് കാര്യവും അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയുകയാണ്, അതെ, അതെനിക്ക് മനസ്സിലായി. അച്ഛൻ്റെ അല്ലേ മോൻ? അച്ഛനും അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ അച്ഛനെ എൻ്റെ വണ്ടി ഓടിക്കാനായിട്ട് വെച്ചതിന് ശേഷം എനിക്ക് ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. വണ്ടിക്കകത്ത് കയറി ഇരിക്കുമ്പോൾ സ്ഥലം എത്തുന്നതേ ഞാൻ അറിയാറില്ല. അത്രയ്ക്ക് നല്ലൊരു ഡ്രൈവറാണ് അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ പ്രകാശം പറയുകയാണ്, സത്യം പറഞ്ഞാലുണ്ടല്ലോ മോളെ, ഇവനെ ഇന്ന് ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ കല്യാണിയും കിരണും കൂടി ചേർന്നിട്ട് പൈസ എറിഞ്ഞ് ഏതെങ്കിലും വലിയ അഡ്വക്കേറ്റിനെ കൊണ്ടുവരുന്നായിരുന്നു. പക്ഷേ എന്തായാലും അതുണ്ടായില്ല. അപ്പോൾ കാർത്തിക പറയുകയാണ്, അവരാരെങ്കിലുമൊക്കെ കൊണ്ടുവരട്ടെ, അതിന് നമുക്കെന്താ പ്രശ്നം? നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുകയാണോ? എന്നാലേ നമ്മൾ അതിനും മേലെ സഞ്ചരിക്കും എന്നിങ്ങനെ പറയുകയാണ്. എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇദ്ദേഹം എൻ്റെ അച്ഛനാകുമ്പോൾ ഇവൻ എനിക്ക് ആങ്ങളെയല്ലേ. അപ്പോൾ എൻ്റെ ആങ്ങളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യമല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. അതിനുശേഷം കാർത്തിക പറയുകയാണ്, വിക്രം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, വിക്രത്തിന് ഞാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തരും. നല്ലൊരു വീട്, കാറ്, ജോലി എല്ലാം ഞാൻ തരും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കാർത്തിക പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത് സരയു കൺസ്ട്രക്ഷനാണ്. പക്ഷേ അതിനും മുകളിലായിട്ട് പുതിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് SR കമ്പനി എന്നുള്ള പേരിലാവണമെന്നും ആണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ കാർത്തിക പറയുകയാണ്, എന്തായാലും ഞാൻ അങ്ങനെ ഒരു പുതിയ കമ്പനി തുടങ്ങുമ്പോൾ അതിൻ്റെ മാനേജർ മറ്റാരും ആയിരിക്കില്ല, വിക്രം തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ വിക്രവും പ്രകാശനും ഒക്കെ ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അതിനുശേഷം കാർത്തിക പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, നിങ്ങളിവിടെ നിൽക്കുക, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ആ സമയത്ത് പ്രകാശം പറയണം, അയ്യോ മോളെ, എനിക്ക് ഇവനെയും കൊണ്ടൊരു സ്ഥലത്ത് പോകാനുണ്ട്, ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുകയാണ്. മോൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഞാൻ കൂടെ വരണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അയ്യോ വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഒരുപാട് ദൂരമൊന്നും അല്ല പോകുന്നത്. എന്നാൽ ഇവനെ ആദ്യം കൊണ്ടുവന്ന് ആ കല്യാണിയും കിരണിനെയും ഒന്ന് കാണിക്കട്ടെ. ആ കല്യാണി കാരണമാണ് ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ മോൻ ജയിലിൽ പോകാനുണ്ടായ കാരണം. ആ കല്യാണിയെ അതുകൊണ്ട് എനിക്ക് നേരിട്ടൊന്ന് കാണണം. എൻ്റെ മകനെ ജയിലിൽ നിന്ന് ഇറങ്ങിയ കാര്യം അവരൊക്കെ ഒന്ന് അറിയട്ടെ. എൻ്റെ ഈ രാജകുമാരനെയാണ് അവർ ജയിലിലാക്കാനായിട്ട് നോക്കിയത്. അങ്ങനെ എത്ര പേര് വിചാരിച്ചാലും ഒരു രാജകുമാരനെ ജയിലിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ മകൻ്റെ ജാതകത്തിൻ്റെ എന്താ പറയുന്നത്, എൻ്റെ മകൻ്റെ ജാതകത്തിൻ്റെ ഗുണം ഇനി മോൾക്കും കൂടി അനുഭവിക്കാൻ പറ്റും. കാരണം ഇവനുണ്ടല്ലോ, ഇവൻ ചക്രവർത്തി രാജയോഗം ഉള്ളവനാണ്. അതുകൊണ്ട് ഇവൻ എവിടെ ആണാലും അവിടെയൊക്കെ
സർവ്വ ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മോനെ, എൻ്റെ പൊന്നു മോനെ കാർത്തികയുടെ കമ്പനിയിൽ നിർത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, കാർത്തിക ഇപ്പം നേടിയതൊന്നും അല്ല, ഇതിൻ്റെ ഇരട്ടി ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ പറ്റും, ഉയരങ്ങളിലെത്തും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കാർത്തിക പറയണം, അത് പിന്നെ എനിക്ക് അറിയില്ലേ അച്ഛാ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ പ്രകാശനും അതുപോലെ നമ്മുടെ വിക്രത്തെയും കൊണ്ട് നേരെ പോവുകയാണ്. നമ്മുടെ കിരണിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് പോകുന്നത്. കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് വെച്ചാൽ ആ ഓഫീസിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ആ സമയത്തിന് പ്രകാശൻ ചോദിക്കണം, എടാ സെക്യൂരിറ്റി, നിൻ്റെ ചെകിട് വിളക്ക് ഇപ്പോൾ ഒരെണ്ണം തരണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, അതിന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. പക്ഷേ പലവട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട് നിൻ്റെ കരണം പുകച്ച് ഒരെണ്ണം തരണമെന്ന്. കണ്ടില്ലേടാ, എൻ്റെ രാജകുമാരനെ കൊണ്ട് ഞാൻ വന്നത് നീ കണ്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടായിരുന്നല്ലോ, ഇവൻ ഇനി ഒരിക്കലും ജയിലിൽ നിന്നും ഇറങ്ങരുതെന്ന്. പ്രത്യേകിച്ച് നിൻ്റെ ഏമാനെത്തിക്കും. കണ്ടില്ലേ എൻ്റെ മോനെയും കൊണ്ട് ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷേ സെക്യൂരിറ്റി മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ്, അല്ല ഇവിടെ ഉണ്ടോ നിൻ്റെ സാറും സാറത്തെയും? അപ്പോൾ ഉടനെ സെക്യൂരിറ്റി പറയണം, അതെ ഉണ്ട്, അവരകത്ത് തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുകയാണ്, എനിക്കവരെ ഒന്ന് കാണണം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ രതീഷ് അങ്ങോട്ടേക്ക് വരികയാണ്. രതീഷ് ഇവരെ കണ്ട ഉടനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. രതീഷ് ചോദിക്കണേ, ഇവൻ ജയിലിൽ നിന്നൊക്കെ ഇവനെ ജയിലിൽ നിന്നൊക്കെ വിട്ടാ? ഞാൻ വിചാരിച്ചു അവനെ ആരെങ്കിലുമൊക്കെ ഉരുട്ടി കൊല്ലുമെന്നല്ലേ വിചാരിച്ചത്. എന്നിട്ട് ഇവൻ എങ്ങനെ ഇത്ര കൂളായിട്ട് ഇറങ്ങി എടാ ഇത് സത്യം തന്നെയാണോ? നീ മുന്നിൽ നിൽക്കുന്നത് നീ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രതീഷ്. അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയണേ, എടാ രതീഷേ, നീ എന്താ വിചാരിച്ചത്? എൻ്റെ മോനെ ഉള്ള കാലം മുഴുവനും ജയിലിൽ തന്നെ തളച്ചിടാന്നാണോ വിചാരിച്ചത്? എടാ അവന് വേണ്ടിയിട്ടേ പൈസ എത്ര ഉണ്ടെങ്കിലും ഇറക്കാൻ തയ്യാറായിട്ടേ ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുക. അതുകൊണ്ടേ എൻ്റെ മോൻ ഒരിക്കലും ഇനി ജയിലിലേക്ക് പോവേണ്ടി വരില്ല. അതേസമയം ഉണ്ടല്ലോ, എൻ്റെ മോൻ ഇനി വച്ചടി ഉയർച്ചയാണ് ഉണ്ടാവാൻ പോകുന്നത്, നീ കണ്ടോ എന്നിങ്ങനെ പറയാണ്. അപ്പം രതീഷ് ചോദിക്കണം, അല്ല നിങ്ങൾ ആരെങ്കിലും കൊള്ളയടിച്ചോ അതോ നിങ്ങൾക്ക് ലോട്ടറി വല്ലതും അടിച്ചോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ പ്രകാശം പറയണം, അതേടാ ലോട്ടറി അടിച്ചു, ഒരു 1.5 ലോട്ടറി എന്ന് കരുതിയിട്ടേ അതിൻ്റെ പങ്ക് പറ്റാനായിട്ട് നീ അങ്ങോട്ടേക്ക് വന്നേക്കരുത്. അപ്പോൾ രതീഷ് പറയണം, പിന്നെ നിങ്ങളുടെ പിന്നാലെ വന്നില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവനെ മുന്നേ കണ്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ നിങ്ങളെ കാര്യം പോക്ക. ഒടുവിലേ ആരുമില്ലാണ്ട് അങ്ങൊന്നും ഇങ്ങൊന്നും ഒക്കെ അടികൊണ്ട് നിങ്ങൾക്ക് ചാകേണ്ടി വരും എന്നിങ്ങനെ പറയണേ. അപ്പോൾ പ്രകാശം പറയണേ, എടാ രതീഷേ, നീ എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കാൻ നോക്കരുത് പിന്നെ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ഉണ്ടല്ലോ നമ്മുടെ പ്രകാശം പറയാണ്, എടാ മക്കളെ, ഇവന്മാരുടെയൊക്കെ കൂടെ നിന്നേ സംസാരിച്ച് നമ്മൾ വെറുതെ എന്തിനാ സമയം വേസ്റ്റാക്കുന്നത്, നമുക്ക് അകത്തേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് പ്രകാശൻ വിക്രത്തെയും കൂട്ടി അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. അതേസമയം അകത്താണെങ്കിൽ കിരണും കല്യാണിയും ഉണ്ട്. കല്യാണിയും കിരണും കൂടി പിന്നെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് പ്രകാശൻ കയറി വരുന്നത്. പ്രകാശനകത്തേക്ക് വന്ന ഉടനെ തന്നെ പറയണം, ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, ആരാണ് വന്നതെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ എന്നിങ്ങനെ പറയുകയാണ്. ഈ മുന്നിൽ നിൽക്കുന്നത് കണ്ടില്ലേ, മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ടില്ലേ? രാജകുമാരനാ മുന്നിൽ നിൽക്കുന്നത്. നീയൊക്കെ കുറേ എൻ്റെ കുഞ്ഞിനെ ജയിലിലിട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നീയൊക്കെ ഏമാമാർക്ക് പണം കൊടുത്ത് ഡെയിലി എൻ്റെ മോനെ തല്ലി ചതച്ചുകൊണ്ടിരുന്നു. നീയൊക്കെ എന്താ കരുതിയത് എൻ്റെ മോൻ ഒരിക്കലും ജയിലിൽ നിന്നും ഇറങ്ങില്ലെന്നാണോ? മുന്നിൽ നിൽക്കുന്നത് കണ്ടില്ലേ, രാജകുമാരനാ മുന്നിൽ നിൽക്കുന്നത്, രാജകുമാരൻ. ഹെടി കല്യാണി, ഇനി നീയുണ്ടല്ലോ, നീയും നിൻ്റെ കമ്പനിയൊക്കെ പൂട്ടും. അതല്ലെങ്കിൽ നീ കുറിച്ച് വെച്ചോ ഞാൻ ഈ പറയുന്ന വാക്കുകൾ. എൻ്റെ രാജകുമാരനെ ഇനി വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ കിരൺ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് തലയ്ക്കൊരു കുഴപ്പമില്ലടാ. എടാ കിരണേ, നീ ഇനി നശിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇവളല്ലേ നിൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. ഇനി നിനക്ക് നേരത്തെ വച്ചടി കയറ്റമായിരുന്നെങ്കിലുണ്ടല്ലോ, ഇനി വച്ചടി ഇറക്കമാണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കണ്ടില്ലേ, എൻ്റെ രാജകുമാരൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഇനി എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എടാ നീയും നിൻ്റെ കമ്പനി നശിക്കുന്ന സമയത്തുണ്ടല്ലോ, നിനക്ക് പൈസയ്ക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നീ നാട്ടിലിറങ്ങി തെണ്ടാനൊന്നും നിൽക്കണ്ട. എൻ്റെ കൂടെ ഒന്ന് 5 10 ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ തരാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കല്യാണിക്ക് ദേഷ്യം വരികയാണ്. കല്യാണി പറയുന്നത്, താനൊക്കെ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത്, ഇറങ്ങിപ്പോടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ പ്രകാശം പറയണേ, ഹെടി നിലത്ത് നിൽക്കടി, ഇനി അധികം നാളൊന്നും നിനക്ക് ഇതുപോലെയുള്ള ഈ അഹങ്കാരവും ഗർവവും ഒക്കെ കാണിച്ച് ഇങ്ങനെ നടക്കേണ്ടി വരില്ല. അതിനു മുമ്പുണ്ടല്ലോ നിൻ്റെയൊക്കെ പതനം ആരംഭിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ നിന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന്
നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ കിരൺ പറയാണ്, ദേ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിലുണ്ടല്ലോ അച്ഛനും മോനും കരണം പുകച്ച് രണ്ടെണ്ണം കിട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ പ്രകാശം പറയണേ, പിന്നെ അങ്ങ് തല്ലും, നീ ഒന്ന് തല്ലി നോക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ വിക്രത്തിനോട് പറയാണ്, എടാ മോനെ കണ്ടോ, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയത് കണ്ടിട്ടുണ്ടല്ലോ, ഇവറ്റൊക്കെ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ കാദംബരി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് കാദംബരി ചോദിക്കുകയാണ്, ഓ ഇവൻ ഇറങ്ങിയോ, ഈയാടാ നിനക്ക് നാണം ഉണ്ടാടാ ഇങ്ങോട്ടേക്ക് കയറി വരാൻ എന്നിങ്ങനെ കാദംബരി ചോദിക്കുകയാണ്. ഉടനെ പ്രകാശം പറയണേ, ഹെടി കാദംബരി, നിനക്ക് കുറച്ച് അഹങ്കാരമൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ നീയും നിൻ്റെ ഭർത്താവും ഇവരുടെ ചെരുപ്പ് നക്കിയല്ലേ ജീവിക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള തലക്കനമാണോടി നീ കാണിക്കുന്നത്. എടി എൻ്റെ മോനുണ്ടല്ലോ, എൻ്റെ മോൻ ചക്രവർത്തിയാ, നീ ഇനിയുണ്ടല്ലോ എൻ്റെ മോനൊരു കമ്പനി തുടങ്ങും, ഇതിനേക്കാളും വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി. അപ്പോൾ നീ എൻ്റെ മോൻ്റെ പിന്നാലെ വന്നാലുണ്ടല്ലോ, നിനക്ക് അവിടെ എന്തെങ്കിലും തൂപ്പുകാരിയുടെ മറ്റോ ജോലി ഉണ്ടെങ്കിൽ ഇവൻ തരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ കാദംബരി പറയണേ, അച്ഛനും മോനും ഇറങ്ങി പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഓഹോ ഇപ്പം നിൻ്റെയും കൂടിയൊക്കെ ഭരണമാണോ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. ഒടുവിൽ കിരൺ പറയുകയാണ്, അച്ഛനും മോനും ഇപ്പോൾ പോയില്ലെങ്കിലുണ്ടല്ലോ കല്ല് മേടിച്ച് പോകും എന്ന് പറയുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മുടെ പ്രകാശനും വിക്രമവും കൂടി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിക്രത്തെ ജയിലിൽ കിടക്കേണ്ടി വന്നത് എല്ലാവരും കൂടി ചേർന്നിട്ടാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശം പുറത്തേക്ക് ഇറങ്ങിയിട്ട് സെക്യൂരിറ്റിയുടെ മുന്നിൽ കിടന്ന് കുറേ ജാടയൊക്കെ കാണിക്കുകയാണ്. പിന്നെ നമ്മുടെ കാദംബരി അന്നത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മുടെ രതീഷ് പറയുകയാണ്, കണ്ടില്ലേ കാതു, എന്തൊക്കെയോ ഇയാൾക്ക് എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ തിളപ്പായി കിടന്ന് കാണിക്കുന്നത്, അയാളുടെ കയ്യിൽ എങ്ങനെയോ അർഹിക്കാതെ കുറച്ച് കാശ് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കാദംബരി പറയുകയാണ്, അതെനിക്കും തോന്നി, കണ്ടില്ലേ അതാണ് ഇയാളുടെ സ്വഭാവം ഇങ്ങനെ മാറിയത് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം ഉണ്ടല്ലോ സോണിയും ഭർത്താവും കൂടി ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് നമ്മുടെ പ്രകാശനും നമ്മുടെ വിക്രമും കൂടി ഇങ്ങനെ വരികയാണ്. കാറിലാണ് വരുന്നത്. നമ്മുടെ സോണിയും ഭർത്താവും നടന്നു വരുന്നു, പ്രകാശനും മകനും കൂടി ഇങ്ങനെ കാറിൽ വരുന്നു. അപ്പോൾ ഇവരെ കണ്ടിട്ട് ഉടനെ തന്നെ നമ്മുടെ പ്രകാശം പറയണേ, എടാ മക്കളെ ഇപ്പോൾ നോക്കിക്കോ, നീ ഒരു കാര്യം കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് നമ്മുടെ സോണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ എപ്പിസോഡ് തീരാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.